ചേട്ടാ എല്ലാം പോയി. ഓണർ എന്നോട് പറയാം ഇപ്പൊ തന്നെ ഇറങ്ങി പോവാൻ. ഞാൻ എവിടെ പോവാനാ? ഇറങ്ങി പോവാനാ? എന്തിന്? ചേട്ടന് അറിയാവുന്നതല്ലേ, ചേട്ടൻ്റെ ഞാൻ 20 ലക്ഷം രൂപ കടം വാങ്ങിച്ചത്. ഞാനൊരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 11 മാസമായി. ഇപ്പം പെട്ടെന്ന് പറയാ എന്നോട് ഇറങ്ങി പോവാൻ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ വൈഫ് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. ഓക്കെ, നീ എന്ത് എഗ്രിമെന്റ് ആണ് ഉണ്ടാക്കിയത്? ഞാൻ മറ്റേ റെഗുലർ ആയിട്ടുള്ള 11 മന്ത് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്തോ പുതിയ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണം. അതിന് വീണ്ടും പൈസ കൊടുക്കണം. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? അവിടെയാണ് എനിക്ക് തെറ്റിയത്. നമ്മൾ എവിടെ റെന്റ് എടുക്കുന്ന സമയത്തും ഈ 2 കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് ഇന്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ 5 കൊല്ലത്തെ ലോക്ക് ഇൻ പീരീഡ് ഓർഡർ ആയിട്ട് ഉണ്ടാക്കണം. അത് കൂടാതെ എല്ലാ വർഷവും 5% ഹൈക്ക് ഉണ്ടാവുന്നുള്ള കാര്യവും നീ ഓർക്കണമായിരുന്നു. അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ 2 പാർട്ടിയും 5 കൊല്ലത്തേക്ക് ലോക്ക്ഡ് ഇൻ ആയിരുന്നേനെ. നീ ഏതെങ്കിലും കാരണവശാൽ റെന്റ് കൊടുക്കുന്നതിൽ മുടക്കം വരുത്തിയാൽ മാത്രമേ ഓണർക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റൂ, പുറത്താക്കാൻ പറ്റുമായിരുന്നു. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ ആ ഇന്റീരിയറിന് നീ ചെലവാക്കിയ പണം അയാൾ നിനക്ക് തിരിച്ചു തരും. അതൊക്കെയാണ്. അപ്പൊ എന്താ റൂൾ നമ്പർ 2? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നീ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് കോർട്ടിൽ വാലിഡ് ആയിരിക്കില്ല. ഇത് ചെയ്യുന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ നിന്റെ ബിസിനസ് സേഫ് ആയിരിക്കും. ചേട്ടൻ ഇതൊക്കെ എവിടെന്നാ പഠിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബോസ്വാല, ബി ദ ബോസ്.